ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസ് ആണ് കേട്ടോ. ട്രഡീഷണലി പണ്ട് കാലം മുതൽ ഗുരുക്കന്മാരെ നമ്മൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഗുരുക്കന്മാരെ നമ്മൾ തെരഞ്ഞു പിടിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ തെരഞ്ഞു പിടിക്കുമ്പം നമ്മൾ അവർക്ക് ഒരു വാക്ക് കൊടുക്കുക ചെയ്യുക. ഞാൻ ഇനി മുതൽ അങ്ങ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് അങ്ങയുടെ ശിക്ഷണത്തിൽ വിദ്യ പഠിക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ളൊരു വലിയ പ്രോമിസാണിത്. ഇത് ഞാൻ എന്താ ഓർമ്മപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ദക്ഷിണ വെച്ചിട്ട് 2 ദിവസം ക്ലാസ്സിൽ വരും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോകും, അവിടെയും 2 ദിവസം ക്ലാസ്സിൽ വരും. അതല്ല നമ്മുടെ സിസ്റ്റം. നമ്മൾ പൂർണ്ണ മനസ്സോട് കൂടി ആയിരിക്കണം ദക്ഷിണ വെക്കേണ്ടത്. പൂർണ്ണ മനസ്സോടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയമേ നമ്മുടെ ശരീരം, നമ്മളെ മനസ്സ് എല്ലാം ഇതിനു വേണ്ടി തയ്യാറെടുത്തു എന്ന രീതിയിൽ വേണം നമ്മളിതിന് വെക്കാൻ. ശരിക്കും ഒരു ഈശ്വരൻ്റെ സാന്നിധ്യമാണ് ദക്ഷിണ വെക്കുമ്പോൾ നമുക്കുള്ളത്. നിങ്ങളെ വെറ്റിലയിൽ അടക്കുകയും എന്തെങ്കിലും ഒരു ദ്രവ്യവും വെച്ചിട്ടാണ് ദക്ഷിണ വെക്കുന്നത്. അതേപോലെ ഞാനും മോക്കൊരു പ്രോമിസ് തരുന്നുണ്ട്, എനിക്ക് ഈ വിദ്യ പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ദക്ഷിണ വാങ്ങാൻ പാടുള്ളൂ. മോളുടെ എല്ലാ കാര്യത്തിലും എനിക്ക് ഇടപെടാനുള്ള അവകാശമുണ്ട്. വൃത്തിയായിട്ട് ജീവിക്കുക, ഡിസിപ്ലിൻ ആകുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു വലിയ പ്രോമിസാണ് നമ്മുടെ ദക്ഷിണ എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിൽ വിചാരിച്ചിട്ട്, ഈശ്വരനെ വിചാരിച്ച് അച്ഛനെയും അമ്മയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ദക്ഷിണ തരും. ഓക്കെ. ഓക്കെ, എഴുന്നേറ്റുള്ളൂ. ഈ വെറ്റിലയുടെ അറ്റത്ത് ലക്ഷ്മി ദേവി ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ദേവിയുടെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഇവിടെ എന്തോ ഞാനൊന്ന് തട്ടിക്കളയട്ടെ. എവിടെ വീട്? ഇരുളോ? നല്ല ദൂരം ഉണ്ടല്ലോ. അപ്പൊ ഞായറാഴ്ചകളിൽ ഇതാണ് വിഷ്ണുപ്രിയ.